ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ മഹാഭാഗവതത്തിലെ ഭാഗം ബലരാമ വിവാഹമാണ്. കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ ആ ഭാഗം ഒന്ന് കേട്ട് പ്രാർത്ഥിച്ചോളൂ. വളരെ മനോഹരമായ ഭക്തി നിർഭരമായ ഭാഗമാണ് മഹാഭാഗവതത്തിലെ ബലരാമ വിവാഹം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം രുക്മിണി സ്വയംവരമാണ്. അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് 8 മണിക്കാണ്, എന്നും രാത്രി 8 മണിക്കാണ് ഭഗവത്ഗീതയുടെ ക്ലാസ് ഇടുന്നത്. എല്ലാവരും ആ ക്ലാസ്സും കൂടെ കേൾക്കണം. ഇനി നമുക്ക് രുക്മിണി സ്വയംവരം ഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ ചെന്താമരക്കണ്ണന് 24 വയസ്സായി. ബലരാമൻ്റെ വിവാഹം കഴിഞ്ഞു. ഇനി കൃഷ്ണൻ്റെ വിവാഹം കൂടി ഉടനെ നടത്തണം. പക്ഷേ അവന് യോജിച്ച ഒരു പെൺകുട്ടി എവിടെയിരിക്കുന്നു? ഈ ഭൂമണ്ഡലം മുഴുവൻ തിരഞ്ഞാലും കിട്ടുമോ എന്ന് സംശയമാണ്. ഇപ്രകാരം വാസുദേവർ ഒരു ദിവസം ദേവകിയോട് പറഞ്ഞപ്പോൾ ദേവകി ഇപ്രകാരം പറഞ്ഞു: അവൻ വിവാഹം കഴിച്ചു കാണുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ്റെ കാര്യമായതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ വല്ലതും നടക്കുമോ? അവന് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ടാകുമോ? രാമൻ്റെ പത്നി രേവതിയെപ്പോലെ അവളെ അവൻ കൊണ്ടുവന്നുകൊള്ളും. ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത്. സുഭദ്രയും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് വേണ്ടിയും നല്ലൊരു ഭർത്താവിനെ അന്വേഷിക്കണം. ഇത് കേട്ടപ്പോൾ എല്ലാം വിധി പോലെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വസുദേവർ ആ സംഭാഷണം അവിടെ നിർത്തി. അക്കാലത്ത് വിദർഭ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മകൻ എന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയവളായിരുന്നു പുത്രി. അവളുടെ പേര് രുക്മിണി എന്നായിരുന്നു. മൂത്ത പുത്രൻ്റെ പേര് രുക്മി എന്നായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു രുക്മിണി. അങ്ങനെ അഴകും ആകെ ചന്തവും തികഞ്ഞ ഒരു രാജകുമാരി. ഭൂതലത്തിൽ ഒരിടത്തും ജനിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കീർത്തി നാടെങ്ങും പരന്നു. തൻ്റെ മകൾക്ക് അനുരൂപനായ ഭർത്താവ് ദ്വാരകാപതിയായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്നും ആയതിനാൽ അവളെ ആ കോമളാംഗനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്നും രാജാവ് ആഗ്രഹിച്ചു. ആ വിവരം അദ്ദേഹം പത്നിയെയും അറിയിച്ചു. മാതാപിതാക്കളുടെ ആഗ്രഹവും ഉദ്ദേശവും രുക്മിണി രഹസ്യമായി അറിഞ്ഞു. പരിചാരികമാരുടെ ചെവികളിലും ഏറെക്കുറെ അതെത്തി. അവർ രാജകുമാരിയുടെ മുമ്പിൽ വെച്ച് ആ രാജഹംസത്തിൻ്റെ മഹനീയ ഗുണങ്ങളെക്കുറിച്ചും ഭഗവാന്റെ മതിമോഹന രൂപ സൗന്ദര്യാദികളെക്കുറിച്ചും പുകഴ്ത്തി പറയുവാൻ തുടങ്ങി. കൃഷ്ണൻ്റെ അത്ഭുത ചരിതങ്ങളെയും അതിരറ്റ ശ്യാമള കോമള കളേബര ഭംഗിയെയും പറ്റി രുക്മിണി നേരത്തെ തന്നെ കേട്ടിരുന്നു. അന്നു മുതൽ അവളുടെ മനസ്സിൽ മാധവൻ്റെ രൂപം നിഴലാടാനും തുടങ്ങി. വിദർഭകുമാരിയുടെ വിസ്മയ വിമോഹനമായ സൗന്ദര്യവിലാസങ്ങളെക്കുറിച്ച് നന്ദാത്മജനും ദേശസഞ്ചാരികളായ വിപ്രന്മാർ പറഞ്ഞ് അറിഞ്ഞിരുന്നു. തന്മൂലം അദ്ദേഹത്തിന് അവളോട് ഒരു ദിവ്യമായ അനുരാഗം തോന്നുകയും ചെയ്തിരുന്നു. ആ കാമാംഗിയെ തൻ്റെ ധർമ്മപത്നിയായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. ഭീഷ്മക രാജാവിൻ്റെ മൂത്ത പുത്രനായ രുക്മി ജരാസന്ധൻ്റെ സുഹൃത്തായിരുന്നു. ജരാസന്ധൻ്റെ കൂടെ ചേർന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്തവനുമായിരുന്നു. മഗധ രാജാവായ ജരാസന്ധൻ്റെ മറ്റൊരു സുഹൃത്തായിരുന്നു ചേതിരാജനായ ധമഘോഷൻ്റെ പുത്രൻ ശിശുപാലൻ. ആ ശിശുപാലനും രുക്മിയും തമ്മിൽ വലിയ സ്നേഹിതന്മാരും സുഹൃത്തുക്കളുമായിരുന്നു. തന്മൂലം തൻ്റെ സഹോദരിയായ രുക്മിണിയെ ചേതിരാജാവായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് രുക്മി നിശ്ചയിച്ചിരുന്നു. പിതാവായ ഭീഷ്മകൻ വൃദ്ധനും ദുർബലനുമായിരുന്നതിനാൽ പുത്രൻ്റെ തീരുമാനത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. അനുജന്മാരും ജ്യേഷ്ഠൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ചു.
അങ്ങനെ രുക്മിണിയെ ഛേദരാജാവായ ശിശുപാലന് വേളി കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച് അതിനുള്ള ശുഭദിനവും നിശ്ചയിക്കപ്പെട്ടു. ബന്ധുക്കൾക്കും പ്രഭുക്കൾക്കും ഉന്നത സ്ഥാനീയർക്കും ക്ഷണപത്രം അയച്ചു. രുക്മിണി ആ വിവരമറിഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ടു. അവൾ ഒരബലയാണ്. തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ചെന്ന് തൻ്റെ മനോഗതം അറിയിക്കുവാൻ അവൾക്ക് ധൈര്യമില്ല. അഥവാ അറിയിച്ചാലും പ്രത്യേകിച്ച് യാതൊരു വിശേഷവുമില്ല. എന്താണ് വേണ്ടത്? കരഞ്ഞുകൊണ്ട് ആ യുവതി വളരെയധികം ആലോചിച്ചു. ഒടുവിൽ വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി അവൾ രഹസ്യമായി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യുവാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. അത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണൻ ചോദിച്ചു: എന്തു സഹായം വേണമെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ രാജകൊട്ടാരം കൊണ്ട് കഴിയുന്നവരല്ലേ. പറയൂ രാജകുമാരി, പറയൂ. ബ്രാഹ്മണന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രുക്മിണി ഇപ്രകാരം പറഞ്ഞു: ബ്രാഹ്മണ ശ്രേഷ്ഠ, ശ്രദ്ധിച്ചു കേൾക്കണം. ദ്വാരകാപതിയായ ശ്രീകൃഷ്ണനെ മനസ്സാ ആരാധിച്ചു പ്രേമിക്കുന്ന ഒരുവളാണു ഞാൻ. ചെന്താമര കണ്ണനെ അല്ലാതെ മറ്റാരെയും വേൾക്കുന്നതല്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അച്ഛനമ്മമാരും എൻ്റെ ആഗ്രഹത്തിന് യോജിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനായ രുക്മി ഛേദരാജാവായ ശിശുപാലനെ കൊണ്ട് എന്നെ പാണിഗ്രഹണം ചെയ്യിക്കുവാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്യേഷ്ഠൻ്റെ നിശ്ചയത്തെ മറികടക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിവില്ല. അവർക്ക് ജ്യേഷ്ഠനെ ഭയമാണ്. അതുകൊണ്ട് ബ്രാഹ്മണോത്തമ, അങ്ങ് ഈ നിമിഷം തന്നെ ദ്വാരകയിലെത്തി ഭഗവാനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ച് ഭഗവാനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അദ്ദേഹം വന്ന് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ദാസി അവളുടെ ജീവിതം ഭഗവാന് വേണ്ടി ബലി അർപ്പിക്കുമെന്നും അവിടുന്ന് ധരിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു: രാജകുമാരി, ഒട്ടും ഭയപ്പെടേണ്ട. ഞാനിതാ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ദേവിയുടെ സർവ്വ സന്ദേശങ്ങളും അറിയിച്ച് ദേവകീ നന്ദനനെ ഞാനിവിടെ കൊണ്ടുവരാം. കുട്ടി സമാധാനത്തോടു കൂടിയിരിക്കൂ. ആ ശിശുപാലനും കൂട്ടുകാരും നാണം കെട്ട് തിരിച്ചു പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ഭക്തവത്സലൻ്റെ മുഖാരവിന്ദം ഒന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാകുമല്ലോ. അത് എൻ്റെയും ഒരു സുഹൃതം തന്നെയാണ്. ഈ വിധം പറഞ്ഞ് ബ്രാഹ്മണൻ വൈദർഭിയെ സാന്ത്വനപ്പെടുത്തി. എന്നിട്ട് ആ ബ്രാഹ്മണൻ അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു. അവിടെ എത്തി ഭഗവാനെ കണ്ട് രുക്മിണിയുടെ ദയനീയമായ സ്ഥിതിയെയും സന്ദേശ വിവരങ്ങളെയും വിശദമായി ധരിപ്പിച്ചു. ആ കന്യകാമണിയിൽ നേരത്തെ തന്നെ അനുരക്തനായിരുന്ന കാർമുകിൽ വർണ്ണൻ തൽക്ഷണം തന്നെ ആയുധ സമേതനായി ബ്രാഹ്മണനും ഒരുമിച്ച് വിദർഭ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. അന്നു രാത്രി തന്നെ അവർ അവിടെ എത്തിച്ചേർന്നു. കൃപാനിധി, നിന്തിരുവടി എന്നെ രക്ഷിക്കണം എന്ന് രുക്മിണി പറഞ്ഞതായി ബ്രാഹ്മണൻ 3-4 തവണ ഭഗവാന്റെ ഹൃദയം ആർദ്രമാകുമാറ് ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിട്ടു. ഭീഷ്മകന്റെ ആതിഥ്യം സ്വീകരിച്ച് ആനന്ദമൂർത്തി കൃഷ്ണൻ ആ രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പ്രഭാതത്തിലാണ് വിവാഹം. അനുജൻ തനിച്ച് വിദർഭയിലേക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വലിയ യാദവ പടയുമായി ബലരാമനും സഹായാർത്ഥം പിന്നാലെ തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ മംഗളവാദ്യങ്ങളും ഭേരീനാദങ്ങളും മുഴങ്ങി. നഗരം മുഴുവനും വർണ്ണോജ്വലങ്ങളായ കൊടിക്കൂറകളാലും തോരണങ്ങളാലും അലങ്കൃതമായിരുന്നു. വിവാഹ പന്തലുകളും ഉപഗ്രഹശാലകളും ക്ഷണിക്കപ്പെട്ട ജനാവലികളാൽ നിറഞ്ഞു. പന്തലിൽ വിവാഹ മണ്ഡപത്തിനടുത്തുള്ള മുൻനിരകളിൽ രാജാക്കന്മാർ നിരന്നു കഴിഞ്ഞിരുന്നു. മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വിലയേറിയ രത്നാഭരണങ്ങളും ധരിച്ച് പുഷ്പമാല്യങ്ങളും ചൂടി സഖിമാരുടെയും പട്ടാളക്കാരുടെയും അകമ്പടിയോടുകൂടി രുക്മിണീ ദേവി പാർവതീദേവിയെ വന്ദിക്കുവാനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു.
അകത്തു കയറി അംബികയെ പൂജിച്ച് അർച്ചനകൾ നടത്തി കൃഷ്ണൻ എൻ്റെ ഭർത്താവായി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അനന്തരം പുറത്തു കടന്നപ്പോൾ ബ്രാഹ്മണൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ അടുത്തു ചെന്ന് പതുക്കെ ചോദിച്ചു, ബ്രാഹ്മണ ശ്രേഷ്ഠ, കമലനയനൻ എന്നെ ഉപേക്ഷിച്ചു അല്ലേ? എന്നെ രക്ഷിക്കുവാൻ അദ്ദേഹം വരികയില്ല അല്ലേ? അതു കേട്ടപ്പോൾ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അദ്ദേഹം എപ്പോഴേ വന്നു കഴിഞ്ഞു. ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദേവി ഭയപ്പെടേണ്ട. രുക്മിണി സന്തോഷം കൊണ്ട് മതിമറന്ന് തൻ്റെ കഴുത്തിൽ കിടന്ന രത്നമാലയൂരി ആ ബ്രാഹ്മണന് സമ്മാനിച്ചു. എന്താണിങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നോർത്ത് കാണികൾ അതിശയിച്ചു. രുക്മിണിയും തോഴിമാരും ക്ഷേത്രത്തിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് സാവധാനം നടക്കുകയാണ്. ഭുവനമോഹനമായ അവളുടെ സൗന്ദര്യം കണ്ട് സർവരാജാക്കന്മാരും വിസ്മയിച്ചു. കല്യാണ മണ്ഡപത്തിലെ സുവർണ പീഠത്തിൽ പച്ച കാമദേവന്റെ വേഷത്തിൽ പുതുമണവാളനായ ശിശുപാലൻ വന്നിരുന്നു. മുമ്പിൽ മണ്ഡപത്തിനോടടുത്ത് അവൻ്റെ പക്ഷക്കാരനായ മഗധൻ, അങ്കൻ, കലിംഗൻ, മാളവൻ, കേകയൻ, വങ്കൻ, പൗണ്ഡ്രകൻ, കോസലൻ, സാലൻ, ദന്താവക്ത്രൻ, കാശിഭൂപൻ, അവന്തീശൻ തുടങ്ങിയവരും വന്ന് ഉയർന്ന മഞ്ചത്തിൽ ഉപവിഷ്ടരായി. സമയമെടുത്തു. വധുവിൻ്റെ വരവായി. പാർവതീ ക്ഷേത്രത്തിൽ നിന്നും 1000 പൊൻതാലങ്ങളേന്തിയ തോഴിമാരുടെ അകമ്പടിയോടും മേളവാദ്യഘോഷങ്ങളോടും മംഗളധ്വനികളോടും കൂടി മന്ദം മന്ദം വരുന്ന വധുവിനെ കാണുവാൻ ആളുകൾ പാതയുടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി. ആ ജനസമൂഹത്തിൽ നിന്നും അല്പമകലെ ഒരു രഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും വന്നിരിപ്പുണ്ടായിരുന്നു. ആളുകൾ ശ്രീകൃഷ്ണനെ കണ്ട്, നോക്കൂ, എന്തൊരു സുന്ദരനായ പുരുഷൻ! ഈ രാജകുമാരിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് ഇദ്ദേഹം തന്നെയാണ്. അതിനു പകരം ആ കശ്മലനായ രുക്മി ദുരാത്മാവായ ശിശുപാലനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കുവാൻ നിശ്ചയിച്ചത് എന്തൊരു കഷ്ടമാണ്! ഈ വിധം അവർ പരസ്പരം മന്ത്രിച്ചു. ഘോഷയാത്ര വിവാഹ മണ്ഡപത്തിന് സമീപമെത്തി. ആ സമയം രഥാരൂഢനായി രമാപതി വൈദർഭിയുടെ അരികിൽ വന്ന്, രുക്മിണി, ഇതാ നിന്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു, നമുക്ക് പോകാം എന്നു പറഞ്ഞ് ആ ലാവണ്യധാമത്തെ എടുത്ത് രഥത്തിലിരുത്തി. എന്നിട്ട് രഥം വേഗത്തിൽ ഓടിച്ചു. അതോടുകൂടി സർവത്ര ബഹളം. പെണ്ണിനെ കട്ട കള്ളനെ പിടിക്കണം. നമ്മൾ ഇത്രയും പേർ നോക്കിയിരിക്കെ നമ്മുടെ മൂക്കിനു താഴെ വന്ന് ഒരു കള്ളൻ കന്യകയെ തട്ടിക്കൊണ്ടു പോവുകയോ? ആ പർവ്വതത്തിൻ്റെ മുകളിൽ കിടന്ന് അവൻ വെന്തെരിഞ്ഞു ചത്തുപോയില്ലേ? ഏതായാലും ഇനിമേൽ അവനെ ഇങ്ങനെ നടക്കാൻ സമ്മതിക്കരുത്. ഇന്ന് അവനെ കൊന്ന് പെണ്ണിനെ വീണ്ടെടുക്കണം. എല്ലാവരും വേഗം ആയുധമെടുക്കുവിൻ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജരാസന്ധൻ മറ്റു രാജാക്കന്മാരോടും സൈന്യങ്ങളോടും കൂടി മാധവരഥത്തെ പിന്തുടർന്നു. വിവാഹവേദിയിൽ നിന്നും വാശിയോടും വൈരാഗ്യത്തോടും കൂടി ശിശുപാലനും ഓടിയടുത്തു. കൃഷ്ണൻ ഒറ്റയ്ക്ക് അവരോടെല്ലാവരോടും എതിർത്തു. രഥത്തിനുള്ളിൽ പേടിച്ചു വിറച്ചുകൊണ്ടിരുന്ന രുക്മിണിയെ ഇടയ്ക്കിടെ അദ്ദേഹം സമാധാനപ്പെടുത്തി. ഒട്ടും ഭയപ്പെടേണ്ട രുക്മിണി, ഇവരെല്ലാവരോടും എതിർക്കുവാൻ ഞാൻ ഒരാൾ മാത്രം മതി. കൃഷ്ണനെ വധിക്കണമെന്നുള്ള വൈരാഗ്യത്തോടെ രുക്മിയും ശിശുപാലനും അതിഘോരമായി പോരാടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ബലരാമനും സാത്യകിയും യാദവ സൈന്യവുമായി അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നീട് നടന്ന പോരാട്ടത്തിൽ ശിശുപാലനുൾപ്പെടെ രാജാക്കന്മാരെല്ലാവരും തോറ്റുപോയി. എന്നിട്ട് അവർ പ്രാണഭീതിയോടുകൂടി പലായനം ചെയ്തു. ശിശുപാലനെ വധിക്കുവാൻ ഹൃഷികേശനായ കൃഷ്ണൻ 2-3 തവണ ഒരുങ്ങിയെങ്കിലും അതിന് അവസരം ഇനിയും ഉണ്ടാകും എന്ന് കണ്ട് അവനെ കൊല്ലാതെ വിട്ടുകളഞ്ഞു.
അങ്ങനെ രുക്മിണിയെ മോഹിച്ച് പച്ചക്കാമവേഷം ചമഞ്ഞു വന്നവൻ നാണം കെട്ട് മുഖം മറച്ച് തിരിച്ചുപോയി. കാണികളും അത് കണ്ട് പുച്ഛിച്ച് അവനെ കളിയാക്കി. എല്ലാവരും പരാജിതരായി പിൻവാങ്ങിയെങ്കിലും രുക്മി മാത്രം രോഷാകുലനായി. സഹോദരിയെ വീണ്ടെടുക്കാതെ താനിനി രാജധാനിയായ കുണ്ടിനത്തിലേക്ക് ഇല്ല എന്നുള്ള വാശിയോടുകൂടി വില്ലു തൊട്ട് സത്യം ചെയ്തു. കൃഷ്ണനുമായി അങ്ങനെ വീണ്ടും യുദ്ധം അയാൾ ആരംഭിച്ചു. ആ യുദ്ധത്തിൽ രുക്മി നിശേഷം തോറ്റു. കൃഷ്ണൻ അവനെ വധിക്കുവാനായി ഖഡ്ഗം കയ്യിലെടുത്തപ്പോൾ രുക്മിണി സങ്കടത്തോടുകൂടി ജ്യേഷ്ഠനെ കൊല്ലരുതേ എന്ന് അപേക്ഷിച്ചതിനാൽ അവനെ നിഗ്രഹിക്കാതെ അതിനു പകരം അവനെ പാശം കൊണ്ട് ബന്ധിച്ച് അവൻ്റെ കേശമീശാദികൾ അവിടെ വെച്ച് മുറിച്ച് വിരൂപനാക്കി. അത് കണ്ടപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, നീ ചെയ്തത് ധർമ്മമല്ല. ഇവൻ ഇനിമേൽ നമ്മുടെ ബന്ധുവാണ്, നമ്മുടെ സ്യാലനാണ്. അതുകൊണ്ട് നീ അവൻ്റെ കുറ്റം ക്ഷമിച്ച് അവന് മാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ രുക്മിണിക്കും അത് ഒരു മനോവിഷമം ആകും. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ. അങ്ങനെ മുരളീധരൻ സമ്മതിച്ചതുകൊണ്ട് ബലരാമൻ രുക്മിയെ ബന്ധന വിമുക്തനാക്കി തിരിച്ചയച്ചു. അനന്തരം രുക്മിണി സമേതം രാമകൃഷ്ണന്മാർ ദ്വാരകയിൽ എത്തിച്ചേർന്നു. മാതാപിതാക്കളെ കണ്ട് നവവധുവിനെ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. ദേവകി സന്തോഷാശ്രുക്കൾ തൂകി പുത്രപത്നിയെ ആലിംഗനം ചെയ്തു. പിന്നീട് ഉഗ്രസേനന്റെ ചുമതലയിൽ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ വിശ്വനാഥന്റെ വിവാഹം വിധിപ്രകാരം അത്യാഡംബരപൂർവം ദ്വാരകയിൽ വെച്ച് ആഘോഷിക്കപ്പെട്ടു. ആ അവസരത്തിൽ ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ആ വിവാഹ മഹോത്സവത്തിൽ രുക്മിണിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ബന്ധുജനങ്ങളും സന്നിഹിതരായിരുന്നു. എന്നാൽ രുക്മി മാത്രം അതിൽ പങ്കുകൊണ്ടില്ല. എന്നാൽ അത് വിരോധം കൊണ്ടല്ലായിരുന്നു. കൃഷ്ണനുമായി നടന്ന യുദ്ധത്തെ ഓർത്തുള്ള വിഷമം കൊണ്ട് മാത്രമായിരുന്നു അങ്ങനെ ചെയ്തത്. രുക്മിണിയോട് അതിരറ്റ സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠനായിരുന്നു രുക്മി. വിധിവശാൽ അങ്ങനെ സംഭവിച്ചു. സത്യപ്രതിജ്ഞ അനുസരിച്ച് വൈദർഭിയെ വീണ്ടെടുക്കുവാൻ സാധിക്കാതിരുന്നതിനാൽ പിന്നെ കുണ്ടിനത്തിൽ അവൻ പ്രവേശിച്ചിട്ടില്ല. വിദർഭ രാജ്യത്തിൽ ഭോജകട എന്ന ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവൻ അവിടുത്തെ അധിപതിയായി പിന്നീട് വാണു. ഇവിടെ കുണ്ഠിനം എന്ന് പറഞ്ഞത് വിദർഭയുടെ തലസ്ഥാനമാണ്. അവിടെ പ്രവേശിക്കില്ല എന്നായിരുന്നു രുക്മി സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് പിന്നീടൊരിക്കലും അവൻ അവിടെ പ്രവേശിച്ചിരുന്നില്ല. വിദർഭ രാജ്യത്തിൽ ഭോജകട എന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവൻ അവിടുത്തെ അധിപതിയായി പിന്നീട് വാഴുകയായിരുന്നു ചെയ്തത്. ഇതാണ് രുക്മിണി സ്വയംവരം. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വളരെ മനോഹരമായ ഭാഗങ്ങളാണ് ഭാഗവതത്തിൽ വരാനായിട്ടിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ധാരാളം കഥകൾ ഇനി പറയാനായിട്ടുണ്ട്. എല്ലാവരും ആ കഥകൾക്കായി കാത്തിരിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.